ഇന്നത്തെ സാഹചര്യത്തിൽ ഹിന്ദു ഐക്യം കാലത്തിന്റെ നിർബന്ധിത ആവശ്യമാണെന്ന് RSS ഉത്തരപ്രാന്ത സഹബൗദ്ധിക് ശിക്ഷൻ പ്രമുഖ KS അനീഷ് കുമാർ പറഞ്ഞു. മാഹിയിൽ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹിന്ദുക്കളുടെ ഐക്യവും അതിന്റെ അനിവാര്യതയും സംബന്ധിച്ച് ദേശീയ നേതാക്കളടക്കമുള്ള നിരവധി പ്രമുഖർ എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് RSS ഉത്തരപ്രാന്ത സഹബൗദ്ധിക് ശിക്ഷൻ പ്രമുഖ KS അനീഷ് കുമാർ പറഞ്ഞു. ആദ്യം പറഞ്ഞത് മാർക്സാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഹിന്ദു ഐക്യത്തെക്കുറിച്ചൊന്നും ആയിരിക്കില്ല അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക. മാർക്സ് ഹിന്ദുക്കളെന്ന് ഉദ്ദേശിച്ചത് ഭാരതത്തിലെ ജനങ്ങളെയാണ്. ഭാരതത്തിന് പുറത്തുള്ള ഒരാൾ ഏതാണ്ട് 1.5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ജനത എന്നുള്ള നിലയ്ക്ക് ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും അദ്ദേഹം ഹിന്ദു എന്ന ഐഡന്റിറ്റിയിൽ കണ്ടു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഹിന്ദുക്കളെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഏകതയിലൂടെ മാത്രമേ ഈ നാടിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകൂവെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ചയാളായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ആത്മകഥാ ശൈലിയിൽ ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അതിൽ നേതാജിയുടെയും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ പങ്കിനെക്കുറിച്ചുമൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് 2 വാല്യങ്ങളിലുള്ള ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ സ്ട്രഗിൾ എന്നാണ് അതിൻ്റെ പേര്. വലിയ പുസ്തകമാണ്. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന നേതാജിയുടെ സ്വാതന്ത്ര്യ സമരത്തെ സംബന്ധിക്കുന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യം അത് നേടിയെടുക്കുന്നതിൻ്റെ പുറകിലുള്ള ചേതന, കരുത്ത്, ചേതോവികാരം, സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തിലേക്ക് ഭാരതത്തിലെ ജനങ്ങളെയൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് നിർത്തുന്ന ഒരു ശക്തിയുണ്ട്. നേതാജി പറഞ്ഞത് ഒരു സിമെന്റിങ് ഫാക്ടർ, ഒട്ടിച്ചു നിർത്തുന്ന സിമെന്റ് പോലെ പ്രവർത്തിക്കുന്ന ഒരു ശക്തി. മാഹി ഹിന്ദു ഏകതാ സമിതി മാഹി മുനിസിപ്പൽ മൈതാനിൽ സംഘടിപ്പിച്ച ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ സാഹചര്യത്തിൽ ഹിന്ദു ഐക്യം കാലത്തിന്റെ നിർബന്ധിത ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 1848 തന്നെ കാറൽ മാർക്സ് ഹിന്ദു ഐക്യത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇംഗ്ലണ്ടിൽ നിന്ന് പ്രസിദ്ധീകരിച്ച ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പ്രബന്ധത്തിൽ ഹിന്ദുക്കൾ സംഘടിച്ച് ബ്രിട്ടീഷുകാരെ പുറത്താക്കണമെന്ന് മാർക്സ് പറഞ്ഞിട്ടുണ്ടെന്നും ഭാരതത്തിലെ ജനങ്ങൾ എന്ന അർത്ഥത്തിലാണ് ആ പരാമർശമുണ്ടായിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുഭാഷ് ചന്ദ്രബോസ് രചിച്ച ദി ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥത്തിലും സ്വാതന്ത്ര്യം നേടുന്നതിനായി ഭാരതത്തിലെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തുന്ന ഘടകം ഹിന്ദുത്വമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ശിവഗിരി മഠത്തിലെ പ്രേമാനന്ദ സ്വാമി അനുഗ്രഹ ഭാഷണം നടത്തി. അഡ്വക്കേറ്റ് അശോകൻ പള്ളൂർ അധ്യക്ഷത വഹിച്ചു. അമൃതാനന്ദമായി തലശ്ശേരി മഠാധിപതി അഭേദാനന്ദപുരി, അഡ്വക്കേറ്റ് B ഗോകുലൻ, ജനനി പ്രകാശൻ, A സുനിൽ എന്നിവർ പ്രസംഗിച്ചു. കുഞ്ഞിപ്പുറമുക്കിലെ കലാകാരികളുടെ തിരുവാതിരയും മാഹി ശ്രീധരൻ കുരുക്കൾ സ്മാരക കളരി അഭ്യാസ പഠന കേന്ദ്രത്തിന്റെ കളരി പ്രകടനവും അരങ്ങേറി. വിവിധ പ്രദേശ സമിതികൾ സംഘടിപ്പിച്ച മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു.